UDF സർക്കാർ മദ്യനയത്തിൽ കൊണ്ടുവന്ന ഭേദഗതി ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതടക്കം ഈ സംസ്ഥാനത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ വലിയ ധനക്കമ്മിയുണ്ട് എന്ന രേഖകൾ സഹിതം സ്ഥാപിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിലും മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോഴാണ് മദ്യ നികുതിയിൽ ഈ ഗവൺമെന്റ് VD സതീശന്റെ ഗവൺമെന്റ് ഇളവ് വരുത്തിയിരിക്കുന്നു. ഇത് കർണാടക കേരള ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു ഡീലാണ്. DK VDയും തമ്മിൽ മദ്യനയത്തിൽ വരുത്തിയിട്ടുള്ള ഒരു ഡീല്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു പുതിയ മദ്യ ഇടനാഴി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഡീലിലൂടെ DKയും VDയും. ഇത് ബഡ്ജറ്റില് സാമ്പത്തിക നഷ്ടം വരുത്തുക മാത്രമല്ല, ഒരു തലമുറയെ മദ്യത്തിൽ അടിമയാക്കാനുള്ള ഒരു ആസൂത്രിതമായ പരിശ്രമവും ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്യ നയത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം ഗവൺമെന്റ് അടിയന്തരമായി പുനഃപരിശോധിക്കേണ്ടതാണ്. ഇവിടെ രണ്ടു മുന്നണി ഇത് ഒരുപോലെ തന്നെയാണ്, LDFും UDFും. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ 29 ബാറുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 800-ലധികം ബാറുകളായി നമ്മുടെ സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ സംസ്ഥാനത്തെ മദ്യത്തിന് അടിമയാക്കുക എന്ന തരത്തിൽ രണ്ടു മുന്നണിയും സ്വീകരിച്ച ഒരു പൊതു നിലപാട് നമുക്കറിയാം. ഞാനിത് കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഡീലാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ ബഡ്ജറ്റിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മദ്യനയത്തിൽ നികുതിയിലെ ഒരു മാറ്റം വരുത്തി. ആൽക്കഹോൾ ഇൻ ബിവറേജ് എന്ന പുതിയ നികുതി സമ്പ്രദായം കർണാടകത്തിൽ നടപ്പിലാക്കി. അത് ഇപ്പോഴത്തെ ബഡ്ജറ്റിലാണ്. അതിന് സമാനമായിട്ടാണ് ഇവിടെ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ആദ്യ ബഡ്ജറ്റിൽ നികുതി കുറച്ചത് മദ്യത്തിനാണ്. അതിന് അദ്ദേഹം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയുമായുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മദ്യനയത്തിൽ ബഡ്ജറ്റിൽ തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം 600 കോടി രൂപയുടെ നികുതി വരുമാനത്തിൽ കുറവ് ഇതുമൂലം ഉണ്ടാകും എന്ന് പ്രതിപക്ഷം അടക്കം കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ സംസ്ഥാനം നിൽക്കുമ്പോഴാണ് മദ്യനയത്തിൽ ബഡ്ജറ്റിൽ ഈ മാറ്റം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുത്തിയിട്ടുള്ളത്.